മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനത ന്യൂസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാള ജനത ന്യൂസിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് മുമ്പ് ചെയ്തതുപോലെ തന്നെ പാർവതി പുത്തനാറിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് മൂന്നാറ്റുമുക്ക് പാർവതി പുത്തനാറിന്റെ മുന്നിലാണ്. ധാരാളം വർഷം ഇവിടെയുള്ള രാജാക്കന്മാരും രാജ്യന്മാരും അതോടൊപ്പം തന്നെ പതിനായിരക്കണക്കിന് തിരുവനന്തപുരത്തെ പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളും കുടിക്കാനും കുളിക്കാനും ഉപയോഗിച്ചിരുന്ന പാർവതി പുത്തനാറ് ഇന്ന് അത് ശോചനീയാവസ്ഥയിലാണ്. എത്ര തന്നെ സർക്കാരുകൾ മാറി വന്ന ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും ഇതുവരെയും ഇതൊന്നും ശുദ്ധീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്തേ കാരണം ഇതാണ്. ഈ കാണുന്ന മാലിന്യ കൂമ്പാരങ്ങൾ താനേ വന്ന് അടിഞ്ഞതല്ല. ഇവിടെ പരിസരത്തും മറ്റും താമസിക്കുന്ന ആളുകൾ തന്നെ കൊണ്ടിടുന്ന മാലിന്യ കൂമ്പാരങ്ങളാണ്. ഇത് നിർമ്മാർജ്ജനം ചെയ്യാൻ സർക്കാർ തന്നെ പല വകുപ്പുകളും നിർദ്ദേശിച്ചിട്ടുണ്ട് എങ്കിലും അതിൽ നിന്നും വഴി കാണാതെ അല്ലെങ്കിൽ അവിടെയൊന്നും നിക്ഷേപിക്കാതെ ഇതേപോലെ തോടുകളിലും പാർവതി പുത്തനാറിലും നിക്ഷേപിക്കുന്ന ആളുകൾ തന്നെയാണ് ഇതിനെ നശിപ്പിക്കുന്നത്. പരിസരത്ത് താമസിക്കുന്ന ആളുകളും ഒരു പരിധിവരെ ഇതിൽ നിന്നും പിന്നോട്ടല്ല. അവരുടെ മലിനജലങ്ങളും അതോടൊപ്പം തന്നെ പാഴ്വസ്തുക്കളും അവരും വലിച്ചെറിയുന്നത് ഈ ഭാഗങ്ങളിലേക്കാണ്. ഇതിപ്പോൾ പള്ളിത്തെരുവ് പാർവതി പുത്തനാറിൻ്റെ സമീപത്ത് കാണുന്ന ഒരു കാഴ്ചയാണ്. വർഷങ്ങളായി ഈ കാഴ്ച ഇവിടെ കാണുന്നുണ്ട്. കടന്നു പോകുന്നവരും താമസിക്കുന്നവരുമെല്ലാം അവരുടെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഈ കായലിലേക്കാണ്. അത് കാരണം ശുദ്ധജല മലിനീകരണം, കൊതുകിൻ്റെ വ്യാപനം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയെല്ലാം ഉണ്ടാകുന്നു. ഇതൊക്കെ പരിഹരിക്കാൻ ഒന്നേയോട് പരിഹാരം. സർക്കാർ ഇന്ന് തീരുമാനിച്ചതുപോലെ ഇരുഭാഗത്തുമുള്ള വീടുകൾ ഒഴിപ്പിക്കുകയും ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റുകയും വൻകിട കമ്പനികൾ ഒഴുക്കിവിടുന്ന മാലിന്യജലം നിർമ്മാർജ്ജനം ചെയ്താൽ മാത്രമേ ഈ പാർവതി പുത്തനാറ് പഴയ പോലെ നോക്കി കിട്ടുള്ളൂ. എന്നാൽ ഇരുഭാഗത്തുമുള്ള ആളുകളെ ഒഴിപ്പിക്കുമ്പോൾ അവരുടെ കിടപ്പാടം ഇല്ലാതാവുകയാണ്. സർക്കാർ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വീട് കൊടുക്കാനോ ഫ്ലാറ്റ് കൊടുക്കാനോ തീരുമാനിച്ചാൽ അപ്പോഴും ന്യായം ആരുടെ ഭാഗത്ത്? നീതിയോടുകൂടി എല്ലാവർക്കും ഇത് കൊടുക്കാൻ സാധിക്കുമോ ഇല്ലയോ? ഇതും ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിൽക്കുകയാണ്. വർഷങ്ങളോളം ഇവിടെ താമസിച്ച ആളുകൾ അവർ എങ്ങോട്ട് പോകും? അവർക്ക് പലർക്കും പട്ടയമില്ല എങ്കിൽ, പുറമ്പോക്കിലാണ് അവർ താമസിച്ചതെങ്കിൽ അവർക്ക് ഏതൊരു രീതിയിലാണ് സർക്കാർ കിടപ്പാടം നൽകുക, അല്ലെങ്കിൽ അവർക്ക് ഇതിനൊരു പരിഹാരം നൽകുക? കാണേണ്ടതുണ്ട്. ഇപ്പോഴുള്ള അവസ്ഥ നമുക്ക് എന്തായാലും നോക്കാം. വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിലാണ് കേരള സർക്കാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ജലസേചന വകുപ്പ് എൻ്റെ നാട് എൻ്റെ ജലസ്രോതസ്. പാർവതി പുത്തനാർ ഏതെങ്കിലും രീതിയിൽ മലിനീകരിക്കുന്നതും ദുർവിനിയോഗം ചെയ്തതും കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ഓർഡിനൻസ് 27/2017 അനുസരിച്ച് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഉൾനാടൻ ജലഗതാഗത വിഭാഗം, തിരുവനന്തപുരം. ആറിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ ശിക്ഷ കിട്ടുമെന്നുള്ള ബോർഡ് ഇവിടെ നോക്കുകുത്തിയായി ഇരിക്കുമ്പോഴും അതിനെ നോക്കുകുത്തിയായി കണ്ടുകൊണ്ട് തന്നെ ഈ വലിയ വേലിക്കെട്ടിനിടയിലൂടെ മാലിന്യം ആറിലേക്ക് വലിച്ചെറിയാൻ നൈപുണ്യം നേടിയത് വലിയ കായിക കഴിവായി കണ്ടുകൊണ്ടാണ് പലരും ഇതിനകത്തേക്ക് വേസ്റ്റുകൾ വലിച്ചെറിയുന്നത്. തൊട്ടടുത്ത സമീപത്ത് തന്നെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുവാൻ വേണ്ടി സർക്കാർ മാലിന്യം നിക്ഷേപിക്കാനുള്ള ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും പൊതുജനം ഒരു ഫാഷനായി കണ്ടുകൊണ്ട് തന്നെ കായലിലേക്കും റോഡിലേക്കും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് വിരളമല്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതിന് കാരണക്കാർ നാം തന്നെയാണ്. ഇത്രയും മാലിന്യങ്ങൾ നമ്മുടെ വീടുകളിൽ നാം വലിച്ചെറിയുമോ അല്ലെങ്കിൽ കൂട്ടിയിടുമോ? ഇല്ല. ഇത് പൊതു സ്ഥലങ്ങളെ മലിനീകരണപ്പെടുത്തുകയും പരിസ്ഥിതി മലിനീകരണമുണ്ടാക്കി തങ്ങളെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്ന ആത്മഹത്യ പ്രവണതയാണ് എന്നാണ് നമ്മുടെ ജനം തിരിച്ചറിയുക. പാർവതി പുത്തനാറിന് സമീപത്തുള്ള വീടുകളിൽ നിന്നും ഇതുപോലെ ഓവുകൾ വെച്ച് മലിനജലം ആറിലേക്ക് ഒഴുക്കിവിടുന്നതും വിരളമല്ല. അതുകൊണ്ട് തന്നെ എത്ര തന്നെ വൃത്തിയാക്കിയാലും ഈ ആറ് മലിനമാകുന്നത് സ്വാഭാവികമാണ്. വലിയ വലിയ ഫാക്ടറികളിൽ നിന്നും ഒഴുക്കിവിടുന്ന മലിനജലവും ഒഴുകിയെത്തുന്നത് പാർവതി പുത്തനാറിലാണ്. മഴവെള്ളം പൊങ്ങുന്നതനുസരിച്ച് ഇത് സമീപ പ്രദേശത്തെ വീടുകളിലേക്ക് കടന്നുകൂടുകയും ധാരാളം രോഗങ്ങളുണ്ടാക്കുവാൻ കാരണമാകുകയും ചെയ്യുന്നുണ്ട്. സർക്കാർ ഇതിനൊപ്പം ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് എങ്കിലും ഒരിക്കലും വിജയം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതിന് കാരണക്കാർ ആരാണെന്ന് നാം സ്വയം ആലോചിക്കേണ്ടതുണ്ട്. സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വയം നാം തന്നെ വൃത്തിയും വെടുപ്പുമുള്ള ജീവിതം നയിക്കുവാനും നമ്മുടെ നാടിനെ നല്ല നിലയിൽ കൊണ്ടുപോകാനും തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു നാടിനെ വാർത്തെടുക്കാൻ സാധിക്കുക. ഈ കാണുന്നത് കാട് പിടിച്ചു കിടക്കുന്ന മൈതാനമല്ല, മറിച്ച് പാർവതി പുത്തനാറാണ്. പാർവതി പുത്തനാറിന്റെ വെള്ളത്തിന് മേലെ വീഴുന്ന മാലിന്യങ്ങൾക്ക് മേൽ ചെടികൾ കാട് പിടിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശുദ്ധമായി ഒഴുകേണ്ട, സമൃദ്ധമായി ഒഴുകേണ്ട വെള്ളത്തിന് കോട്ടം പറ്റുന്ന നിലയിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് കാരണത്താലാണ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. ഇതിലേക്ക് ആരെങ്കിലും വീണുപോയാൽ അപകടം ദൂരവ്യാപകമല്ല. ഈ കിടക്കുന്ന മാലിന്യ കൂമ്പാരങ്ങൾക്ക് ഉത്തരവാദി ആരാണ്? നമ്മൾ തന്നെയാണ്.
തികച്ചും ജനങ്ങളെ സേവിക്കേണ്ട, സർക്കാരിനോടൊപ്പം നിൽക്കേണ്ട ജനങ്ങൾ തന്നെ ഇതേപോലുള്ള പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കിയാൽ അതിന്റെ ദോഷം നമുക്ക് തന്നെയായിരിക്കും വരിക. സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതേപോലെ വർഷങ്ങളായി ഈ കിടക്കുന്ന മാലിന്യം, ഇത് കാരണം ഉണ്ടാകുന്ന ദൂരവ്യാപകമായ രോഗങ്ങൾ, അതും നമ്മൾ തന്നെ വിളിച്ചു വരുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനൊപ്പം ജനങ്ങൾ നിന്നാൽ മാത്രമേ നല്ലൊരു നാടിനെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് സാധിക്കട്ടെ എന്ന് ആശിക്കുക. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ, വിശേഷങ്ങൾ അറിയാൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.